ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോല ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്താ? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കുക, നീ സഹോദരനോട് നിൽക്കുക, നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് അങ്ങനെ. കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ കരടെടുത്ത് കളവാൻ വെളുപ്പായി കാണും. വിശുദ്ധമായത് നായ്ക്കുട്ടികൾ കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അരുത്. അവ കാലുകൊണ്ട് ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത്. അപ്പോൾ കൃത്യമായിട്ട് ഈ വിധിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ വിധിക്കുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ആരെയും വിധിക്കാൻ, ഒരാൾക്കെതിരായിട്ടൊരു കുറ്റം പറയാനുള്ള അവകാശം നമ്മൾക്കില്ല. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ ഉള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയുന്നു. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന് പറയും. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുള്ളവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും. അപ്പോൾ ഇത് പ്രാർത്ഥനയെപ്പറ്റി പറയുന്നത്, നമ്മളൊരു കാര്യമുണ്ടെങ്കിൽ ദൈവം അത് നടത്തിക്കൊള്ളും. എൻ്റെ ഏത് കാര്യത്തിനും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞാണ് ചെയ്യുന്നത്. അതിന് പണം ഒരു വിഷയമേ അല്ല, എൻ്റെ കഴിഞ്ഞ കാല അനുഭവം. പക്ഷെങ്കിൽ യാചിക്കണം. ഒരു ഭിക്ഷക്കാരനെ പോലെ ആയിരിക്കണം നീ. അപ്പോൾ ആ യാചിക്കുന്നവനാണ് കൊടുക്കുന്നത്. മുട്ടണം, ആ ഹൃദയവേദനയോടെ മുട്ടണം. അപ്പോൾ ആ ഒരു അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ നമ്മളതിനെപ്പറ്റി പറയുന്ന 12-ാം വാക്യം മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ ഉള്ളത് 12-ാം വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്നതൊക്കെ നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവരും ഇങ്ങോട്ട് ചെയ്യണമെന്നല്ലേ, നമ്മളത് അവർക്ക് ചെയ്യണം. നമ്മളെല്ലാവരും കാണുമ്പോൾ എല്ലാം ആയിരിക്കണം, അതായിരിക്കണം, ഇതായിരിക്കണം, നമ്മൾ അവർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതാ ദൈവരാജ്യത്തിൽ പോകണ്ടല്ലേ, നമുക്ക് പോകണ്ടേ ഇത് ചെയ്യാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കും. ഈ കിങ്ഡമിലെ അതിൻ്റെ പ്രൂഫ് അതാണ്. അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുന്ന കാര്യമാണ്, പ്രവേശിക്കുന്ന കാര്യമാണ്, സ്വർഗത്തിൽ പോകുന്ന കാര്യമാണ്. 13 മുതലുള്ള വാക്യങ്ങൾ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പേ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകും. ജീവങ്കിലേക്കൊന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകും. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങളവരെ തിരിച്ചറിയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനേവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാനൊരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ എന്ന് തീർത്ത് പറയും.
ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചുരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെ ഈ മണൽമേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ഇവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവരായിട്ട് അത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ദൈവരാജ്യത്തിൻ്റെ ഒരുത്തൻ്റെ അതിൻ്റെ പ്രൂഫാണ്. ആരാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരാണ് സ്വർഗത്തിൽ പോകാതിരിക്കുന്നത്? എന്നെ നിങ്ങളെ കർത്താവ് മരണാനന്തര ജീവിതത്തിൽ സ്വർഗീയ പ്രതീക്ഷ ലഭിക്കണമെങ്കിൽ ഒരിക്കലും കർത്താവ് എന്നെ നിങ്ങളെയും അറിയുന്നില്ലെന്ന് പറയരുത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ വളരെ ഉന്നതമാണ്. ഇത് പാലിച്ചെടുക്കുവാൻ ഞങ്ങൾക്ക് ബലപ്പെടുത്തണമേ. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഇത് അനുഗ്രഹമാക്കി കൊടുക്കണമേ. ഈ നോമ്പിന് ശേഷമുള്ള ഈ സുവിശേഷ ഭാഗം ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമാക്കപ്പെടുത്തണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.